ഹായ് നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു വറ്റൽമുളകിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോലെ കൂട്ടുകാരെ, സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോലെ കൂട്ടുകാരെ. ആദ്യമേ അതിന് വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയിലേക്ക് കഴുകി വാരി ഉണക്കി വെച്ചിരിക്കുന്ന വറ്റൽമുളക് നമുക്ക് ഇട്ട് വറുത്തെടുക്കാം. അപ്പം ഇത്രയും ഡാർക്കായിട്ട് വറുത്ത് ചമ്മന്തി പൊടിച്ചെങ്കിൽ എൻ്റെ ചേട്ടൻ കൂട്ടത്തുള്ളൂ. അപ്പം അത് കരിഞ്ഞു പോയിട്ടില്ല, ഇത്രയും ഡാർക്കാക്കി വറക്കണമെന്നാണ് പറയുന്നത്. അപ്പം വറുത്തെടുത്തിട്ടുണ്ട്. അതിനകത്തിലേക്ക് ആ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളിയും സവാളയും കൂടി ഇട്ട് കൊടുക്കാം. അതൊന്ന് വഴറ്റിയെടുക്കാം. ഈ വറ്റൽമുളകിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നമ്മുടെ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് അരച്ചെടുക്കുക. വറ്റൽമുളകിന് നല്ല ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് പിന്നെ പൊടിച്ചെടുക്കുന്നത് നല്ലതാണ്. ഇതിൻ്റെ കൂടെ വഴറ്റിയിട്ട് അപ്പോൾ നമുക്ക് ആ ഉള്ളിയുടെയൊക്കെ കൂട്ടത്തിൽ ഇതും കൂടെ ഇട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കൊന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മിക്സിയിലേക്കൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് അതൊന്ന് അരച്ചെടുത്തിട്ട് നമുക്കൊരു ടിന്നിനകത്തിലിട്ട് കൊടുക്കുന്നത് അരച്ച് വയ്ക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്, അടച്ച് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ടിന്നിലേക്ക് ഇട്ട് കൊടുത്തത്. അപ്പോൾ ടിന്നിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്തെടുത്ത് നമുക്ക് ഇത് ചൂട് ചോറിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും ചമ്മന്തി ഉപയോഗിക്കാം. പിന്നെ നമ്മുടെ കപ്പ, ഇഡലി അതിൻ്റെയൊക്കെ കൂടെ ഈ ചമ്മന്തി നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം കൂട്ടുകാരെ. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം.